السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു ത്വാഹയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. ഇനി പുതിയ ഒരു സൂറത്താണ് സൂറത്തുൽ അംബിയ. ത്വാഹ 20-ാമത്തെ സൂറത്താണ്. അതിന് ശേഷമുള്ള 21-ാമത്തെ സൂറത്താണ് സൂറത്തു ത്വാഹ, സൂറത്തുൽ അംബിയ. 112 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقترب للناس حسابهم وهم في غفلة معرضون. اقترب للناس حسابهم وهم في غفلة معرضون. اقترب للناس حسابهم وهم في غفلة معرضون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. ഓതുമ ശ്രദ്ധിക്കാനുള്ളത് ഇഖ്തറബ, ഇഖ് ഖാഫ് ഹുറൂഫുൽ ഖൽഖലയിൽപ്പെട്ടതാണ്. അപ്പോൾ നല്ലവണ്ണം വെളിവാക്കി ഉച്ചരിക്കണം. ഇഖ്തറബ, ഇഖ്തറബ. അവിടെ ഹംസത്തുൽ വസ്ലാണത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അതുകൊണ്ട് ഈ ഉച്ചരിക്കണം. മറ്റതിനോട് ചേർന്ന് വരികയാണെങ്കിലാണ് ഹംസ ഉച്ചാരണം ഇല്ലാതെയാകുക. അവിടെ ഇഖ്തറബ, ഇഖ്തറബ, ഇഖ്തല, ഇഖ്തറബ. ലിന്നാസി, അവിടെ നൂന് മണിക്കണം. ലിന്നാസി ഹിസാബുഹും, ഹിസാബ് ഹ ആണ്, ഹിസാബുഹും. അതുപോലെ തന്നെ വഹും, അവിടെയൊക്കെ വഹൂന്ന് മണിക്കണ്ടല്ല, വഹും ഫി ഗഫ്ലത്തിൻ, അവിടെ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അവിടെ ഗഫ്ലത്തിൻ എന്നുള്ളിടത്ത് തൻവീനുണ്ട്. ഗഫ്ലത്തിൻ, ഗഫ്ലത്തുൻ മാത്രം ഉച്ചരിക്കുക. അങ്ങനെ ഉച്ചരിക്കുക. ഗഫ്ലത്തുൻ, ഗഫ്ലത്തിൻ എന്നുള്ള ഉച്ചാരണമുണ്ട്, തൻവീനുണ്ട്. അപ്പം ആ തൻവീൻ അഥവാ നൂനു സാക്കിന, സാക്കിനത്തായ നൂനാണ് ഉച്ചാരണമാണ് തൻവീൻ എന്ന് പറഞ്ഞു. ആ തൻവീന് ശേഷം മീമാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നൂനു സാക്കിനത്തിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അവിടെ മണിച്ചുച്ചരിക്കണം. ഫീ ഗഫ്ലത്തിൻ, ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഗഫ്ലത്തിൻ മുഅ്രിദൂൻ ഉച്ചരിക്കാൻ പാടില്ല. ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, മുഅ്രിദൂൻ സ്വാദുല്ലാദാൻ, മുഅ്രിദൂൻ.
നിർത്തുമ്പോൾ വഖഫ് ചെയ്യുന്നു. ളാദിന് ശേഷം വാവ് കുറച്ച് എന്ത് ചെയ്യാം, നീട്ടി ഉച്ചരിക്കാം. അതേപോലെ തന്നെ മായതീഹിം, രണ്ട് മീം ഒരുമിച്ച് വന്നു. മായതീഹിം എന്നുള്ള മീം സാക്കിനത്തുണ്ട്, പിന്നെ ഒരു മീം വന്നു. അതുകൊണ്ട് തന്നെ ഒരു മീമിനെ മറ്റേ മീമിലേക്ക് എന്ത് ചെയ്യണം, കൂട്ടി മണിച്ച് ഉച്ചരിക്കുക. അപ്പം മായതീഹിം എന്നുള്ള ഉച്ചാരണം പറഞ്ഞു. അതിനുശേഷം വീണ്ടും നൂന് സാക്കിനാണ്, സാക്കിന നൂനാണ്, മിൻ ദിക്കിരിൻ എന്നാണ്. പക്ഷെ അവിടെ ദ എന്നുള്ള അക്ഷരം തന്നെ ഇൽഹാറിൻ്റെ അക്ഷരമല്ല. അപ്പം അതുകൊണ്ട് ഇൽഹാർ ചെയ്യാൻ പാടില്ല, അവിടെ മണിക്കണം. അപ്പം രണ്ട് സ്ഥലത്ത് മണിച്ച്, ആദ്യത്തെ ഇദ്ഗാം ബിഗുന്ന, മറ്റേത് മണിച്ചു തീഹിം ദിക്കിരിൻ. കാഫിന് സുക്കൂനാണ്, ദിക്കിരിൻ എന്നാണ് പറയാം. ദിക്കിരിം, അവിടെ ദിക്കിരിമിൻ, അവിടെയും തൻവീനും മീമും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തൻവീനെ അത് മീമിലേക്ക് ചേർക്കണം. പിന്നെ നൂന് സാക്കിനക്ക് ശേഷം റാ വന്നു. അവിടെ മിർ റബ്ബിഹിം, മിൻ റബ്ബിഹിം എന്ന് ഒരിക്കലും ഓതാൻ പാടില്ല. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം എന്നാണ് അതുണ്ട്. ദിക്രിം മിർ റബ്ബിഹിം. പിന്നെ അവിടെ നമ്മൾ ഹിസാബുഹും അതുപോലെ തന്നെ വഹും എന്നുള്ളിടത്തൊക്കെ മീമിനെ നമ്മൾ സുക്കൂനായിട്ട് തന്നെ ഉച്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ റബ്ബിഹിം എന്നുള്ളിടത്ത് ഉച്ചരിക്കാൻ പാടില്ല. കാരണം എന്താണ്, അടുത്തത് അക്ഷരം മീമാണ്. മീമിനെ ആ മറ്റേ മീമിലേക്ക് എന്ത് ചെയ്യണം, ചേർത്ത് ഉച്ചരിക്കണം. അപ്പം മിർ റബ്ബിഹിം മുഹ്ദസിൻ, മുഹ്ദസിൻ എന്നാണ്. മുഹ്ദസിൻ എന്നല്ല, മുഹ്ദസിൻ ഇൽഹാർ. കാരണം എന്താണ്, അതിനുശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. ഇല്ല ഇസ്തമഊഹു എന്നല്ല. എന്താണ് ഉച്ചരിക്കേണ്ടത്, ഇല്ലസ്തമഊ. കാരണം ഇസ്തമഅ എന്ന ഫിഅല് അതിൻ്റെ ഹംസ എന്താണ്, ഹംസത്തുൽ വസ്ലാണ്, ഇഖ്തറബ പോലെ തന്നെ. അപ്പോൾ ഇല്ല ഇസ്തമഊ എന്ന് എഴുതാൻ പാടില്ല. ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ. ഒരു പ്രാവശ്യം കൂടി ഓതാം. اقترب للناس حسابهم وهم في غفلة معرضون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. അപ്പോൾ അതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി സൂറത്ത് നമുക്കറിയാം, സൂറത്തുൽ അംബിയ. സൂറത്തുൽ അംബിയ നബിയുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അംബിയ, നമുക്കറിയാലോ. നബിയുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് എന്ത്, അംബിയ. നബിയുൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ആരാണ് നബി? വഹി കിട്ടിയിട്ടുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി ലഭിച്ചിട്ടുള്ള പുരുഷന്മാർക്ക് പറയുന്ന പേരാണ് ആര്, നബി എന്നുള്ളത്. വഹിയുള്ള ജീവജാലങ്ങളുണ്ട്. വഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചക്ക് അള്ളാഹു വഹി കൊടുത്തു. അതുപോലെ തന്നെ വേറെയും പിന്നെ സ്ത്രീകൾക്ക് വഹി. അപ്പം മനുഷ്യന്മാർക്ക് തന്നെ എല്ലാ വഹിയും നബി ആവില്ല, പുരുഷന്മാരാകണം. ഉമർ സല്ലം റസൂൽ ഇല്ല റിജാലൻ, റിജാലുകളെയാണ് അള്ളാഹു നബിമാരാക്കിയിട്ടുള്ളത്. നബി എന്നുള്ള വാക്ക് നബഉൻ എന്നുള്ളതിൽ നിന്നുണ്ടായതാണെന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. എന്താ നബഉ എന്ന് പറഞ്ഞാൽ? വാർത്ത. അംബ എന്ന് പറഞ്ഞ ന്യൂസ്, കാലത്തുൽ അംബ ന്യൂസ് ഏജൻസി എന്നൊക്കെ പറയും. അപ്പം നബഉ എന്ന് പറഞ്ഞാൽ എന്താണ്, വാർത്ത. അതേപോലെ തന്നെ പിന്നെ പ്രവചനം എന്നൊക്കെ അർത്ഥമുണ്ട്. അതാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ നബിമാർക്ക് എന്താ പറയുക, പ്രവാചകന്മാർ എന്ന് പറയും. അത് ഈ പദത്തിൽ നിന്നുണ്ടായതാണ്. അതായത് പ്രവചനം നടത്തുന്നവർ എന്നാണ് പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ. പ്രവചനം നടത്തുന്നവർ.
അതാണ് പ്രവാചകന്മാർ. അപ്പം നബിയുൻ എന്നുള്ള പദം അതായത് പിന്നെ ഒന്ന് നബിയാകാനുള്ള കണ്ടീഷൻ എന്ത് വേണം? വഹി ഉണ്ടാകണം. രണ്ടാമത്തെ ആരായിരിക്കണം? റജുലായിരിക്കണം, പുരുഷൻ. ഈ ആളാണ് നബി. ലോകത്തേക്ക് അയക്കപ്പെട്ട ഒരുപാട് പ്രവാചകന്മാരുണ്ട്. എത്ര പ്രവാചകന്മാരുണ്ട്? ലക്ഷത്തി. അതൊക്കെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്ന് വെച്ചാൽ, നിനക്ക് നാം വിവരിച്ചു തന്ന പ്രവാചകന്മാരുടെ വമിമൻ ലനഖ്സുസ്, നിനക്ക് നാം പറഞ്ഞു തന്നിട്ടില്ലാത്ത പ്രവാചകന്മാരുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഒമാമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ. ഏതൊരു ഉമ്മത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ ഉമ്മത്തിലേക്കൊക്കെ നദീറുകളും മുന്നറിയിപ്പുകാരും നബിമാരും ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഒരേ സമയം തന്നെ ഒരു ഗ്രാമത്തിൽ ഒന്നിലധികം പ്രവാചകന്മാരുണ്ടാകാം. ഇനി അതല്ല, വ്യത്യസ്തമായ ഗ്രാമങ്ങളിൽ പ്രവാചകന്മാരുണ്ടാകാം. എത്രയാണ് പ്രവാചകന്മാർ എന്നതിൻ്റെ എണ്ണം എന്തല്ല, ക്ലിപ്തമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ എല്ലാ പ്രവാചകന്മാരെ പറ്റിയും ആര് പറഞ്ഞു കൊടുത്തിട്ടില്ല? അള്ളാഹു പറഞ്ഞു കൊടുത്തില്ല എന്നത് പറഞ്ഞ്, എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ആ നബിമാരുടെ എണ്ണത്തിൻ്റെ. പക്ഷേ നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ നബിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ എന്ത് വേണം? പ്രമാണം വേണം. ഇപ്പം ഖാദിയാനികൾ ശ്രീകൃഷ്ണൻ നബിയെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അറിയാലോ ഖാദിയാനികളെ പറ്റിയിട്ടില്ല. ഖാദിയാനികൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനിയും പ്രവാചകനുണ്ട്. ആ പ്രവാചകനിൽപ്പെട്ട ആളാണ് ആര്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിറായ ആൾക്കാരാണ്. അവർ പറഞ്ഞത് ശ്രീകൃഷ്ണൻ നബിയാണ്. അതുപോലെ തന്നെ ചേകനൂരികൾക്ക് ഇത് വാദമുണ്ട്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ജയന്തി ആരും ആഘോഷിക്കാറുണ്ട്? ഖാദിയാനികളും ആഘോഷിക്കാറുണ്ട്. കാരണം ഓലി നബിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. ഒരു വ്യക്തി നബിയാണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ സ്ഥിരപ്പെടണം. അല്ലാത്തവരെ സംബന്ധിച്ച് നമ്മൾ നബിയാണെന്ന് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല. ഇനി ഞാൻ പറഞ്ഞു എത്ര നബിമാരുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. ഈ 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ, നമുക്ക് പോലും മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പം. ആ 25-ൽ 5 പ്രവാചകന്മാരാണ് ഉലുൽ അസ്ം. മുമ്പ് പറഞ്ഞതാണ് അല്ലേ? ഉലുൽ അസ്ം എന്ന് പറയുന്ന എത്ര പ്രവാചകന്മാരുണ്ട്? 5 ആൾക്കാർ. ആരൊക്കെയാണ്? ഒന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, 2 മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് ഉലുൽ അസ്മിൽപ്പെട്ട അമ്പിയാക്കന്മാർ. ഉലുൽ അസ്ം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുകയും ആ പരീക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്ഷമ അവലംബിക്കും. അസ്ം എന്ന് പറഞ്ഞാൽ മനക്കരുത്ത് എന്നർത്ഥം. അസ്ം എന്ന് പറഞ്ഞാൽ കൂടുതൽ മനക്കരുത്തുള്ള ആൾക്കാരാണ് ഈ പ്രവാചകന്മാർ. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകൾ. അപ്പോൾ പരീക്ഷണങ്ങൾ കൂടുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക? ദർജ കൂടാ. ഇതിൽ തന്നെയും 2 ഖലീലുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് തിരഞ്ഞെടുത്ത 2 ഖലീലുകളാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഖലീലുകളാണ്. ഇബ്രാഹിം നബി അള്ളാഹിൻ്റെ ഖലീലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഖലീലാണ്. ഇബ്രാഹിം നബി അള്ളാഹിൻ്റെ ഖലീലാണ്, റസൂലുള്ളാഹി അള്ളാഹിൻ്റെ ഖലീലാണ്. ഈ ഖലീലുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൊത്തം അമ്പിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന്റെ ഉമ്മത്താണ് എല്ലാ ഉമ്മത്തിനേക്കാളും ശ്രേഷ്ഠൻ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണോ അദ്ദേഹമായിരിക്കും എല്ലാ ഉമ്മത്തിലും ഏറ്റവും ശ്രേഷ്ഠൻ. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. എന്തുകൊണ്ടാണ്? ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് എത്ര പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ പ്രവാചകന്മാരുടെ എല്ലാം സഹാബത്തുണ്ടല്ലോ,
ആ പ്രവാചകന്മാർക്കൊക്കെ ആരുണ്ട്? സഹാബിമാർ. ആ സഹാബിമാരിൽ ഏറ്റവും ഉത്തനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചീത്ത പറഞ്ഞവരാണ് ആര്? ശിയാക്കള്. മനസ്സിലായില്ലേ? ഓലുണ്ടാക്കിയതാണ് നബിദിനം. ഇപ്പം എങ്ങനെയുണ്ട്? ലോകത്ത് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ മഹത്വമുള്ള വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം സൂറത്തു അംബിയ, അപ്പോൾ നബിമാരെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത്. ഏകദേശം ഈ സൂറത്തിൽ ഏകദേശം 16ഓളം നബിമാരെ പറ്റി, അതുകൊണ്ടാണ് സൂറത്തുൽ അംബിയ എന്നതിന് പേര് വരാൻ കാരണം. ഈ സൂറത്തുൽ അംബിയയിൽ ഏകദേശം 16ഓളം നബിമാരെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. ഈ സൂറത്ത് മക്കിയാണ്. മക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഹിജറയുടെ മുമ്പ് അവതരിച്ചത്. മക്കയിലൊന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ മുമ്പ് അവതരിച്ചത്, റസൂലുള്ളാഹിന്റെ മക്കി കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്തുക്കൾക്കാണ് മക്കിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുക. ചരിത്രങ്ങൾ, പ്രവാചകന്മാരുടെ പിന്നെ പ്രവാചകന്മാർ സഹിച്ച ത്യാഗങ്ങൾ, അത് സഹിക്കാനുള്ള പ്രേരണകൾ. ഇതിൽ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടെന്ന് വെച്ചാൽ, പിന്നെ ഒന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമുണ്ട്. അതേപോലെ തന്നെ ഹാറൂൻ നബിയുടെ ചരിത്രമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമുണ്ട്. ഇസ്ഹാഖ് നബി, ഇസ്മായിൽ, യാക്കൂബ്, ലൂത്ത്, നൂഹ്, ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, ഇദ്രീസ്, ദുൽകിഫിൽ, യൂനുസ്, സക്കരിയ, യഹ്യ. ഈ 16 പ്രവാചകന്മാരുടെ പേരുകൾ എവിടെ പരാമർശിച്ചിട്ടുണ്ട്? ഈ സൂറത്തിൽ ഉണ്ട്. ഇവരുടെ ചരിത്രങ്ങൾ സംക്ഷിപ്തമായും പരാമർശിച്ചത് കൊണ്ടാണ് ഇതിനെ സൂറത്തുൽ അംബിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സൂറത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. വിശുദ്ധ ഖുറാനിൽ സൂറത്തുകൾക്കുള്ള നാമകരണം നമ്മൾ സൂറത്ത് ത്വാഹ പറഞ്ഞിരുന്നു. പല മാനദണ്ഡങ്ങളാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നാമകരണം ചെയ്തതാണെന്ന് റാജി അഭിപ്രായം. കാരണം വെച്ചാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയുമായി കൊണ്ട് വരുമ്പോൾ റസൂലുള്ളാഹി പറയാറുണ്ട്, ഫീ സൂറത്തി കദാ വ കദ. ഈ ആയത്ത് ഉടുക്കുള്ളതാണ്. ഇന്ന സൂറത്തിലെ ഇന്ന സ്ഥലത്താണ് ഈ ആയത്ത് വെക്കുന്നത്. അപ്പോൾ ഇന്ന സൂറത്തിലെന്ന് പറഞ്ഞെങ്കിൽ ജിബ്രീൽ എന്ത് ചെയ്യണം? സൂറത്ത് എന്ത് ചെയ്യണം? സൂറത്തിൻ്റെ പേര് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തെന്ന് പറഞ്ഞെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യേണ്ട? ആ സൂറത്ത് പേര് എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിച്ചത്. മാത്രമല്ല സൂറത്തിൻ്റെ പല പേരുകൾ ഹദീസിലുണ്ട്. സൂറത്ത് ബഖറ എന്നും, അപ്പോൾ അതിന് സൂറത്തുൽ ഫാത്തിഹ എന്നും, സൂറത്ത് മുൽക്ക് എന്നുള്ളതൊക്കെ പിന്നെ ഹദീസിൽ തന്നെ അതിൻ്റെ പൂരിശ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ സൂറത്തിൻ്റെ പേര്. ഇനി പിന്നെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്ക് സൂറത്ത് പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. സൂറത്തുൽ അംബിയ ഇതിൽ തുടങ്ങുന്നത് തന്നെ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അതിൽ ഒന്നാമത്തെ പദം ഇഖ്തറബ എന്നാണ്. ഖറുബ എന്ന ഫിഅലിൽ നിന്നാണ്. ഖറുബ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഖരീബ് എന്ന് പറഞ്ഞതാ അടുത്തത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബഈദ് എന്നാ. ബഈദ് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളത് എന്നർത്ഥം. ബഈദ്, ഖരീബിൻ്റെ ഓപ്പോസിറ്റാണ് ബഈദ്. അപ്പം ഖറുബ എന്നുള്ള ഫിഅലിൽ നിന്നാണ് അടുപ്പമുണ്ടായി, അല്ലെങ്കിൽ അടുത്തു എന്നാണ്. അടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഇഫ്തഅല വസ്ൻ എന്ന് പറയും. ഇഖ്തറബ. അപ്പോൾ ഇവിടെ നോക്കുക, ഇഖ്തറബ. അപ്പോൾ ഖറുബ എന്നുള്ള എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരം. ഇഖ്തറബ എന്നുള്ള എത്ര അക്ഷരമുണ്ട്? 4. കണ്ണാണില്ലേ? ഇഖ്തറബ എന്നുള്ള 5 അക്ഷരമുണ്ട്. അപ്പോൾ എത്ര അക്ഷരം കൂടിയിട്ടുണ്ട്? 2 അക്ഷരം കൂടിയിട്ടുണ്ട്. ഏതൊക്കെ കൂടിയത്? ഹംസയും തായും കൂടിയിട്ടുണ്ട്. അറബി ഭാഷയിൽ ഒരു നിയമമുണ്ട്. എത്ര ഹർഫുകൾ കൂടുന്നുവോ അത്രയും അതിൻ്റെ ആശയം എന്ത് ചെയ്യും? വർദ്ധിക്കും. ഹർഫ് വെറുതെ കൂടില്ല. അത് അറബിയിലുള്ള പ്രത്യേകത, മലയാളത്തിലൊന്നുമില്ല. ആ പദത്തിൽ തന്നെ. ഇപ്പം നോക്കിക്കോ, ഖറുബ എന്ന് പറഞ്ഞാൽ അടുത്തു എന്നർത്ഥം. അപ്പോൾ ഇഖ്തറബ എന്ന് പറഞ്ഞാൽ എന്ത് കാരം? എങ്ങനെ എൻ്റെ ആശയം കൂടുതലെങ്ങനെ? അടുത്തു എന്നുള്ളതിൻ്റെ എങ്ങനെ ആശയം കൂട്ടി പറയാ?
വളരെ അടുത്തും. മലയാളത്തിൽ വളരെ കൂട്ടേണ്ടി വരും. മലയാളത്തിൽ വേറൊരു വാചകം എന്ത് ചെയ്യേണ്ടി വരും, അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും, എക്സ്ട്രാ ഫിറ്റിങ്സ് വേണ്ടി വരും. പക്ഷെ അറബീൻ്റെ ആവശ്യമില്ല. അതാണ് അറബീൻ്റെ പ്രത്യേകത. മനസ്സിലല്ലേ? അടുത്തു നല്ല വളരെ എന്നുള്ളൊരു വളരെ എന്ത് ചെയ്യണം മലയാളത്തിൽ. അപ്പോൾ ഇഖ്തറബ പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, വളരെ അടുത്തു എന്നർത്ഥം. വളരെ അടുത്തിരിക്കുന്നു. അടുത്തു എന്നല്ല, വളരെ അടുത്തിരിക്കുന്നു. ഇഖ്തറബ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു എന്നർത്ഥം. ഈ ഇഖ്തറബ എന്നൊക്കെ നമ്മൾ ഈ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഈ ഹംസയുടെ നിയമങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽക്ക് പോകണ്ട. ഇപ്പോൾ നോക്കിക്കോ, ഇഖ്തറബ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ്. ഈ ഹംസ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിനെന്താ പറയുക, ആ ഹംസ എന്നങ്ങനെ എഴുതല്, ഇതാണ് കേട്ടോ ഹംസ എന്നാണ് കേട്ടോ. ഇതോ നമ്മൾ സാധാരണ എല്ലാവരും ഹംസാക്ക എന്ന് പറയാ. ഇത് ഹംസ, ഇതാണ് ഇത് ഹംസയാണ്. നമ്മളെ ആൾക്കാർ മനുഷ്യന്മാർക്കുള്ള പേരെന്താണ്, ഹംസയാണ്. മറ്റേത് ഹംസ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഹംസ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഇപ്പോൾ അബു എന്നൊക്കെ എഴുതണേ ഇതുണ്ടല്ലോ, അതായത് അയിന് മക്തൂലായി എന്ന് പറഞ്ഞാൽ അയിന് മുറിഞ്ഞത്, അയിനല്ലത്. അപ്പം അയിനിൻ്റെ വാല് പോയതാണെന്ത്, ഹംസ്. അയിനിൻ്റെ വാല് പോയതാണെന്ത്, ഹംസ്. അപ്പോൾ ഈ ഹംസ് എല്ലായിടത്തും നമുക്ക് ഹംസ് എഴുതാൻ പറ്റൂല. ഇപ്പം ഞാൻ നോക്കിക്കോ, ഇബ്നുൻ അബുൻ എന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഹംസ എഴുതാം. പക്ഷേ ഇബ്നുൻ എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹംസ എഴുതാൻ പാടില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഈ ഇബ്നു എന്നുള്ള ഹംസത്തുൽ വസ്ൽ എന്നതിന് പറയും. ഹംസത്തുൽ, ഇപ്പോൾ നോക്കിക്കോ ഖുർആനൊക്കെ നോക്കിക്കോ, ആ ഹംസൻ്റെ മുകളിൽ ചെറിയൊരു അക്ഷരട്ടുണ്ടാവും, അത് ഹംസ അല്ലത്, അത് മഖ്തൂഅ സ്വാദട്ടുണ്ടാവും. അത് ചില ആൾക്കാർ എന്നോട് പറഞ്ഞു, ഈ മദീനത്തടിക്കുന്ന ഖുർആനിലൊക്കെ എന്താ ഈ അഖ്തറബെന്നും അഖ്റന്നൊക്കെയാണല്ലോ. അത് അഖ്തറബ എന്നല്ല. അതായത് ആ അലിഫ് എന്താണ്, ഹംസയുടെ അലിഫാണ്. അല്ല സോറി, അസ്തഗ്ഫിറുല്ലാഹ്, ഹംസല്ല, വസ്ലിൻ്റെ, അതായത് കൂട്ടി ഉച്ചരിക്കേണ്ടതാണ്. അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഹംസ എഴുതാൻ പാടില്ല. പക്ഷെ അധികം ആൾക്കാരും അറബി എഴുതുമ്പോൾ തെറ്റിക്കുന്നതാണ്, അറിയാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ അബ്ദുല്ലാഹി ബിൻ ഉമർ എങ്ങനെ എഴുതുക, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന് എഴുതുക. ഇങ്ങനെയല്ലേ എഴുതുക, അല്ലേ? അതെ. കാരണം അബ്ദുല്ലാഹി ഇബിൻ ഉമർ എന്നല്ല പറയാം, അബ്ദുല്ലാഹി ഇബിൻ ഉമർ എന്നല്ല, അബ്ദുല്ലാ ഇബിൻ ഉമർ. കാരണം ഈ ഇബിൻ എന്നുള്ളതിൻ്റെ ഈ ഹംസ എന്താണ്, ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഇഖ്തറബ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. ഇഖ്തറബ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തിരിക്കുന്നു, ലിന്നാസ് ജനങ്ങൾക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. അപ്പോൾ ജനങ്ങളോട് ഉദ്ദേശം എന്താ വെച്ചാൽ മൊത്തം ആളുകളാണ്, മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളും പ്രത്യേകിച്ചും കാഫിറുകളായ ആളുകളൊക്കെ അവർക്ക് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ഹിസാബുഹും, ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ, വിചാരണ എന്നർത്ഥം. ഹിസാബ്, ഹസബ എന്ന് പറഞ്ഞാൽ ശരിക്ക് കണക്ക് കൂട്ടിന്ന. ഹിസാബ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയും, കണക്ക് എന്ന് പറയാം. ഹിസാബ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ, കണക്ക് നോക്കുക. അപ്പോൾ ശരിക്കും ഒരു മനുഷ്യൻ്റെ കണക്ക് നോക്കൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ വിചാരണ എന്ന് പറഞ്ഞാൽ കണക്ക് നോക്കുകയാണ്. ഒരാൾ കണക്ക് നോക്കുമ്പോൾ അവന് വിചാരണ ചെയ്യുക. അപ്പോൾ അവൻ്റെ ഹിസാബ് അവൻ എന്ത് ചെയ്തിരിക്കുന്നു, അടുത്തെത്തിയിരിക്കുന്നു, ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു മനുഷ്യൻ്റെ ഹിസാബ്. അപ്പോൾ ഇവിടെ ഹിസാബ് കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹിസാബ് ഒന്ന് അവൻ്റെ മരണമാണ്, ഒന്നവൻ്റെ മരണമാണ്. രണ്ടാമത്തെ ഹിസാബ് എവിടെ ഉണ്ടാകുന്ന വെച്ചാൽ അവൻ്റെ ഖബറിലാണ്. മൂന്നാമത്തെ ഹിസാബ് എവിടെ ഉണ്ടാകുക വെച്ചാൽ ഖിയാമത്തിലാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഹിസാബ് ഏതാണ്, ഖിയാമത്തിനാലുള്ളതാണ്. ഇത് ഒന്ന് മൗത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അവൻ്റെ മരണം. ആ മരണം ഒരു കാരണം മരണത്തിൻ്റെ സന്ദർഭത്തിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് മരിക്കുമ്പോൾ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അറിയാൻ കഴിയും. അതോടുകൂടി ഹിസാബ് അവിടെ തുടങ്ങി.
ഒരാളുടെ മരണത്തോടു കൂടി ആടെ ഹിസാബ് എന്ത് ചെയ്യാണ്? ആരംഭിക്കാൻ. പിന്നെയുള്ള ഹിസാബ് എവിടെയാണ്? ഖബറിലാണ്. ചോദ്യം ഉണ്ടല്ലോ, അവിടെ ഹിസാബുണ്ട്. മൂന്നാമത്തെ ഹിസാബാണ് ശരിക്ക് അള്ളാഹു നടത്തുന്ന ഹിസാബ്. മനസ്സിലല്ലേ? അതോ സുമ്മ ഇന്ന അലീന ഇയാബഹും സുമ്മ ഇന്ന അലീന ഹിസാബഹും, ആ ഹിസാബ് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ ഈ ഹിസാബ് കൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ മരണമാകാം, അതല്ലെങ്കിൽ ഖിയാമത്തിനാകാം. ഏതായിരുന്നാലും രണ്ടും, ഒന്നുകിൽ ജനങ്ങൾക്കവിടെ മരണം അടുത്തിരിക്കുന്നു, ജനങ്ങൾക്കവരുടെ മരണം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു എന്നാകാം, അതല്ലെങ്കിൽ ഖിയാമത്ത് നാൾ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. രണ്ടായാലും മാനെന്താണ്? ശരിയാണ്. ഈ നോക്കിക്കോ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും അടുത്താണ്. ഇപ്പം ഞാൻ ഈ ക്ലാസ്സിക്ക് വരുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു, നമ്മളെ സാലിം ഖാൻ്റെ ഒരു മരണം, കുടുംബത്തിൽ മരണം. സാലിം ഖാൻ്റെ മരുമകളും, സാലിം ഖാൻ നമുക്കറിയാലോ, NV സാലിം ഖാൻ, അരീക്കോടുള്ള സാലിം ഖാൻ്റെ മരുമകളും പേരക്കുട്ടിയും, അതെ, നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സ്ഥാപകനാണ്. ഒരു ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം. അവർ ദമാമിൽ നിന്ന് മദീനത്ത് നിന്ന് ദമാമക്ക് പോവാണ്. സുഹൈലിൻ്റെ ഭാര്യ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മൾ ഹജ്ജിന് പോയപ്പോൾ ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച്, സുഹൈലിൻ്റെ ഭാര്യയോടും എനിക്ക് പരിചയമുണ്ട്. മംഗലാപുരത്താണ് ഉള്ള, ഹൈദറുള്ളാളുടെ മോളാണ്. അപ്പം അത്ര ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. മനസ്സിലായി? അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബമായിട്ട് അത്രയും വ്യക്തിപരമായിട്ടും എല്ലാതെയും ബന്ധങ്ങളുള്ള കുടുംബങ്ങളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം എപ്പോഴാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ല മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എപ്പോഴും മുസ്ലിമായിക്കൊണ്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. കാരണം എപ്പോഴും മരിക്കാമല്ലോ. ഉറക്കത്തിൽ മരിക്കാം, യാത്രയിൽ മരിക്കാം. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നടന്നിട്ട് തിരിച്ചു വരുന്നുള്ളത് ആർക്കും ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും, ഇപ്പോൾ ചെറിയൊരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, അവർക്കും കുറച്ച് സീരിയസ് ആണ്. വേറെ ആൾക്കാർ വണ്ടിയിലുണ്ടായിരുന്നാണ് കേൾക്കുന്നത്. ഡീറ്റെയിൽ ഓർക്കും അറിയില്ല, കാരണം ഹൈവേയിലാണ്, ഹോസ്പിറ്റൽ ഏതാണെന്നുള്ളതൊന്നും അറിയില്ല, ഡീറ്റെയിൽ അറിഞ്ഞിട്ടില്ല. മരിച്ചു എന്നുള്ള വിഷയം അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒന്നെന്താ വെച്ചാൽ മൗത്താണ്, ഒരു മരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് കുല്ലും ബ്രീ മുസബ്ബഹും ഫി അഹ്ലിഹി വൽ മൗത്തു അദ്നാ മിൻ ശിറാക്കി നഅലിഹി എന്നൊരു അറബി കവിതയിൽ കാണാം. എല്ലാ ദിവസവും ഓരോ മനുഷ്യനും അവൻ്റെ പ്രഭാതത്തിലാകുമ്പോൾ വൽ മൗത്തു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, അവൻ ചെരുപ്പിടുമ്പോൾ അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഒട്ടി നിൽക്കും. ലൂസുണ്ടായ ചെരുപ്പ് ഊരിപ്പോലും, വാറ് ഒട്ടി നിൽക്കും. ആ ഒട്ടി നിൽക്കുന്ന വാറിനേക്കാളും അടുത്താണെന്ത്? ഒരു മനുഷ്യൻ്റെ മരണം എന്നുള്ളത്. എപ്പോഴും ഏത് സന്ദർഭത്തിലും മരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തീർക്കുമാറാവട്ടെ. അപ്പോൾ ഇതാണ് ഒന്ന് ഹിസാബ് എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അവൻ്റെ മരണം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. കാരണം അവനറിയില്ല. ആളുകൾ വിചാരം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇനി കുറേ കാലഞ്ഞും ജീവിക്കും. അതുകൊണ്ടാണ് ഇപ്പം സാന്ദർഭികമായിട്ട് ഞാനൊരു കാര്യം കൂടി പറയുകയാണ്. ഇപ്പം ഹജ്ജിൻ്റെ ഇത് കൊടുക്കേണ്ട, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കൂട്ടത്തിൽ ആരെങ്കിലും, ഞാൻ ശബ്ദം സേവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ അപേക്ഷ കൊടുക്കേണ്ട അവസാനത്തെ തീയതി 23-ാം തീയതി. ഗവൺമെൻറ് തലത്തിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഫോം ചെയ്യുക. 23-ാം തീയതിയാണ് ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാനത്തെ ഡേറ്റ്. അപ്പോൾ ആളുകൾ എന്താ വെച്ചാൽ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുറേ വയസ്സായിട്ട്, അല്ലെങ്കിൽ പെൺകുട്ടികളെ കെട്ടിച്ച് വീടൊക്കെ എടുത്ത് മതിലൊക്കെ നന്നാക്കി, അല്ലെങ്കിൽ കട്ടക്കെട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്നുള്ള തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. അവിടെ പോയി വരാനുള്ള സമ്പത്തും അതുപോലെ തന്നെ ആരോഗ്യവും ഒരു മനുഷ്യന് എല്ലാ ചിലവും കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ഹജ്ജ് ചെയ്യും. അവൻ്റെ പ്രായം ഒരിക്കലും തടസ്സമല്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം സാന്ദർഭികമായിട്ട് പറയാണ്. നീട്ടി വെക്കാൻ പാടില്ലാത്ത ഇബാദത്തിൽപ്പെട്ടതാണ് മൻ അറാദൽ ഹജ്ജ ഫൽയുഅജ്ജിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. അതാണ് ഇഖ്തറബ ലിന്നാസ് ഹിസാബുഹും, അവൻ്റെ മരണം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു എന്നാണ്. അതല്ലെങ്കിൽ ഖിയാമത്ത് നാൾ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. രണ്ടാമത്തെ അർത്ഥം എന്താണ്? ഖിയാമത്ത് നാൾ. അപ്പം ഖിയാമത്ത് നാൾ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു പറയാൻ കാരണം, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്ന
അടുത്ത ഏതായാലും ഇപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ കാരം ഏതാഞ്ഞ് ദജ്ജാൽ വരാണ്ട്, അതുപോലെ തന്നെ ഈസാ നബി വരാണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അത് ലോകത്തിൻ്റെ ഖിയാമത്താണ്. പക്ഷെ നമുക്കൊരു ഖിയാമത്തുണ്ട്, അതേതാണ്? നമ്മുടെ മരണം തന്നെയാണ്. മൻ മാത ഫഖദ് ഖാമത് ഖിയാമത്തുഹു എന്ന ഹദീസിലുണ്ട്. മൻ മാത ഫഖദ് ഖാമത്ത് ഖിയാമത്തു. ഒരാൾ മരിച്ചാൽ അത് തന്നെയാണ് അയാളുടെ ഖിയാമത്ത്. ഞങ്ങൾക്ക് വേറെ ഖിയാമത്തില്ല. ആൾ ഖിയാമത്തിന് പുനരുജ്ജീവിക്കുള്ളൂ. ഇനി ലോകത്തിൻ്റെ ഖിയാമത്തുണ്ട്. ആ ഖിയാമത്തും ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. കാരണം അതിൻ്റെ പല ലക്ഷണങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ പല ലക്ഷണങ്ങളും എന്തിട്ടുണ്ട്? കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്ത് ഉണ്ടായിരുന്നു. ബുഇസ്തു അന വസ്സഅതി കഹാതൈൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖിയാമത്ത് നാളും ഞാൻ ഇങ്ങനെയാണ് എന്നാൽ ഇതിൻ്റെ ഇടയിൽ വല്ല ഗ്യാപ്പുണ്ടോ? ഇല്ല. അപ്പം ഖിയാമത്ത് നാളും ഞാനും ഇങ്ങനെയാണ് നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മരിച്ചു. റസൂലുള്ളാഹിൻ്റെ മരണം ഖിയാമത്ത് നാളിൻ്റെ രണ്ടാമത്തെ അടയാളമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ഫിത്തനകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇപ്പം നമ്മളവിടെ തന്നെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ഫിത്തനകൾ കാണുന്നുണ്ട്. കൊലപാതകങ്ങൾ വർദ്ധിക്കും. എന്തിനാണ് കൊല ചെയ്യപ്പെട്ടു എന്നറിയില്ല, എന്തിനാണ് കൊന്നതെന്ന് കൊലയാളിക്കും അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഫിത്തനകൾ വർദ്ധിക്കും, അഴിഞ്ഞാട്ടങ്ങൾ വർദ്ധിക്കും, വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്നല്ല, വ്യഭിചാരങ്ങൾ പരസ്യമാകുന്നതിന് പേർ ഇൽഹറുസിന, എക്തുറുസിന എന്നല്ല, ഇൽഹറുസിന. വ്യഭിചാരങ്ങൾ പണ്ട് കാലത്തുണ്ട്, പക്ഷെ വ്യഭിചാരങ്ങൾ പരസ്യമാകുക, അതിൽ ഉൾപ്പില്ലാത്ത. ഇപ്പോൾ ഈ ബീച്ചുകളിലും അതുപോലെ തന്നെ അവിടെ ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയില്ല. ഒരു സാധാരണ കുറച്ചൊക്കെ ലജ്ജയും ഈമാനുള്ളവർക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ അത്രയും മൃഗങ്ങളെ പോലെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ അവസ്ഥ, നമ്മളെ കേരളത്തിലാണ് ഇപ്പോൾ ചുംബന സമരം എന്ന് പറഞ്ഞ സമരം നടന്നത് അല്ലേ? അതിപ്പോൾ അമേരിക്കയിലും ബ്രിട്ടനിലും അതുപോലെ തന്നെ അവിടെ ഒന്നുമല്ലല്ലോ, നമ്മുടെ കേരളത്തിലല്ല നടന്നത്. ഇതൊക്കെ എൻ്റെ അലാമത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിസാബ്, അവർ ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെയും അവസാനം അടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പ്രവാചകൻ പറഞ്ഞ ഇതിൻ്റെ അടയാളപ്പെട്ടതാണ് സമയം. തഖാറുബുസ്സമാൻ, സമയം അടുത്തു വരും. സമയം അടുത്തു വരും എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലം ഒരു മാസത്തെ പോലെ ആയിരിക്കും, ഒരു മാസം ഒരു ആഴ്ചയെ പോലെ ആയിരിക്കും, ഒരാഴ്ച ഒരു ദിവസത്തെ പോലെ ആയിരിക്കും, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ ആയിരിക്കുന്ന, ഒരു മണിക്കൂറൊക്കെ ഒരു കണ്ണിമ വെട്ടുന്ന രീതിയിൽ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ട്. അതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച കാര്യം. ഏതായിരുന്നാലും രണ്ടായിരുന്നാലും മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവരുടെ മരണം ഏറ്റവും അടുത്തുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹിസാബ് പരലോകത്ത് ഏറ്റവും അടുത്തുണ്ട്. പക്ഷേ വഹും മനുഷ്യന്മാരെന്താണ്? ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഈ വാവ് ഹാലിയാണ്. ഈ വാവിന് എന്താ പറയുക? വാവുൻ ഹാലിയ എന്ന് പറയാം. അതായത് ഈ ജനങ്ങൾക്ക് ഹിസാബ് അടുത്തിരിക്കുന്ന ഫിഅലുണ്ടല്ലോ, ഈ പ്രവർത്തനം നടക്കുന്ന സന്ദർഭം ഏതാണ്? ഇവർ ഗഫ്ലത്തിലാണ്. എന്താണ് ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ? അശ്രദ്ധ. ഗഫ്ലത്ത് അതൊരു അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഗൗരവം ചിന്തിക്കാതെ എന്ത് ചെയ്യുക? ശ്രദ്ധ കൊടുക്കാതിരിക്കുക. അപ്പം നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ വേൾഡ് കപ്പൊക്കെ നടക്കുമ്പോഴേ ആരെങ്കിലും ഉറങ്ങില്ലല്ലോ? ഉറങ്ങുന്ന കണ്ടുക്കണല്ലേ ഉറങ്ങുമോ? ഇല്ല. അതേസമയത്ത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഖുർആൻ ക്ലാസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചെറിയ തൂക്കൊക്കെ വരും അല്ലേ? സ്വത്ത് ഒരുക്കണടുത്ത് ആരും ഉറങ്ങുമോ? അവിടെ ഒന്നും ആരും ഉറങ്ങൂല. അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ കണക്ക് കൂട്ടുമ്പം അവിടെ ഒന്നും ആരും ഉറങ്ങൂല. കാരണം എന്താ? നമുക്ക് നല്ലോണം ശ്രദ്ധിക്കും നമ്മൾ. അത് ഏത് നട്ടപ്പാതിന് നേരാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യൂല? ഉറക്കം വരുമോ? ഇല്ല, ഉറക്കം വരില്ല. അതേ സമയത്ത് ഈ നട്ടുച്ച നേരത്താണെങ്കിലും നമുക്ക് അധികം ശ്രദ്ധിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ത് ചെയ്യും? അപ്പോൾ ഗഫ്ലത്ത് ഉണ്ടാകുന്നത് എപ്പോഴാ വെച്ചാൽ ആ കാര്യത്തിനൊരു ഗൗരവം കൊടുക്കാതിരിക്കുക. അപ്പോഴാണ് ഗഫ്ലത്ത് ഉണ്ടാകുക. സില്ലിയൊക്കെ അറിയാം നമ്മൾ. അതാണ് ഖൽബുൻ ഗാഫിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരു ഗാഫിലായ ഖൽബ്. ഗാഫിലായ ഖൽബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചൊന്നും ഒരു ഗൗരവമില്ലാത്ത ഒരു ഖൽബ്. ഒരു ഗൗരവം ഉണ്ടെങ്കിൽ പഠിച്ചവനെ സമയമാകുമ്പോൾ നിസ്കരിക്കണമല്ലോ, ജമാഅത്തിന് പള്ളിയിൽ പോകണമല്ലോ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ സദഖ കൊടുക്കണമല്ലോ എന്നുള്ളൊരു ഗഫ്ലത്ത്, ഒരു ഗൗരവം എപ്പോഴാണ് ഉണ്ടാകുക? അതിനെപ്പറ്റി ശ്രദ്ധ ഉണ്ടാകുമ്പോൾ.
ഖൽബുൻ ഗാഫിലാണി കഴിഞ്ഞാൽ അതിനൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പോൾ വഹും ഫി ഗഫ്ലത്തിൻ, അവരാകട്ടെ അവർ ഗഫ്ലത്തിലായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. മാത്രമല്ല രണ്ടാമത്തെ കാര്യം മുഅരിദൂൻ എന്നാണ്. അറള എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു എന്നർത്ഥം. അതായത് അതിൻ്റെ നേരെ എല്ലാവരും പോണത്. പിന്തിരി എന്ന് പറഞ്ഞാൽ എന്താ? പിന്നിലേക്ക് തിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാതെ അതിൽ നിന്ന് പുറംതിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത് ലോകത്ത് ഇന്ന് മനുഷ്യന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് ഇപ്പോൾ കാഫിര്യങ്ങളെയും അതുപോലെ തന്നെ മുനാഫിക്കങ്ങളും നസ്രാനിയും യഹൂദിയൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കൗമിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. മരിക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമില്ലല്ലോ. നമ്മളെല്ലാവരും മരിക്കുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം ഖുർആൻ മരണത്തെക്കുറിച്ച് പ്രയോഗിച്ച പദം യഖീൻ. യഖീൻ യഖീൻ അർത്ഥ ഏറ്റവും ഉറപ്പുള്ള കാര്യത്തിന് യഖീൻ അറിയാം. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. യഖീനത്ത അതിനാണ് മരണം എന്ന് പറയാം. അപ്പോൾ ആ യഖീൻ എല്ലാവരും മരിക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷെ എന്നാലും ആ മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മളെന്താണ് അശ്രദ്ധയാണല്ലോ. പറഞ്ഞാൽ ഒരു ജീവിതത്തിലൊരു പ്രത്യേകിച്ചും ഇപ്പോഴത്തെ യുവാക്കളും യുവതികളും യുവതലമുറക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഓണത്തിനൊക്കെ പാരാ ചാടുന്നത് നമ്മുടെ കോമനല്ലേ. ക്രിസ്മസും നമ്മുടെ കോമൻ തന്നെയാണ്. ഒക്കെ നമ്മൾ ഏറ്റെടുത്തേക്കാണ്. മാവേലിനും നമ്മൾ ഏറ്റെടുത്താണ്. അതുപോലെ തന്നെ ഉണ്ണിയേശുവിനും നമ്മളതിനെ ഏറ്റെടുത്ത് പൂർക്കാർക്കും ഇതില്ല. മനസ്സിലായില്ലേ? നമ്മളെ പെൺകുട്ടികളൊക്കെ തട്ടട്ട പെൺകുട്ടികളൊക്കെ ക്യാമ്പസിലൊക്കെ പറവുകളിലൊക്കെ കാണിക്കാണ്ടില്ല ഇപ്പം നിങ്ങൾ. അതാണ് നമ്മളെ അവസ്ഥ. അതിൻ്റെ ഇടക്കാണ് മരിച്ചു വീണ എന്തേക്കാര അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ കൂത്താട്ടത്തിനിടക്ക് അങ്ങോട്ട് മരിച്ചു വീണാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അപ്പം അതാണ് ഗഫലത്ത് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഒരു കാര്യഗൗരവം ഇല്ലാത്ത ഒരു പ്രവർത്തനം. അതാണ് മനുഷ്യന്മാരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വഹും ഗഫലത്തും മുഅരിദൂൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാദിലാണ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി മെയിൻറ്റെയിൻ ചെയ്യണേ ഇല്ല. അവർ അതിന് പിന്തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥയാണ് ഉള്ളത്. ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്, ഈ ആയത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ചാണ്. കാരണം മക്കയിൽ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നൊരു താക്കീത് കൂടിയാണിത്. ജനങ്ങൾക്ക് അവിടെ വിചാരണ അടുത്തിരിക്കുന്നു, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഗഫലത്തിലാണ്. പല ആളുകൾക്കും സത്യം അറിയാം, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിശ്വസിക്കാത്ത മുശ്രിക്കുകളെ സംബന്ധിച്ചാണിത് പറയുന്നതെങ്കിലും ആയത്തിൻ്റെ ലഫ്ളുകൾ ആമാണ്. പദങ്ങൾ എന്താണ്? പൊതുവായുള്ളതായതുകൊണ്ട് എല്ലാവർക്കും എന്താണ് ബാധകമാണ്. അത് മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്തല്ല, നമുക്ക് ബാധകമില്ല എന്നല്ല. കാരണം ഉസൂൽ തഫ്സീറിൻ്റെ നിയമം എന്താ വെച്ചാൽ, അതായത് ഒരു ലഫ്ദിൻ്റെ, അതായത് പിന്നെ ഒരു വ്യക്തിക്ക് ഇറങ്ങിയ ആയത്താണെങ്കിലും ആ വ്യക്തിയിൽ മാത്രം പരിമിതമാകൂല, അതിൻ്റെ പദങ്ങൾ മൊത്തത്തിലുള്ളതാണ്. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് വ്യഭിചാരത്തിൻ്റെ ശിക്ഷയും അഥവാ അപവാദ പ്രചരണവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട അപ്പോൾ ജനങ്ങൾക്ക് ഹിസാബ് എടുത്തിരിക്കുന്നു, അവർ അശ്രദ്ധയിലാണ്. ഇനി ഹിസാബുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ മുമ്പ് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങൾ കൂടി പറയാം. അപ്പോൾ ഒന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, റസൂലുള്ളാഹിൻ്റെ വിയോഗം, റസൂലുള്ളാഹിൻ്റെ മരണം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ലാ തഖൂമു സ്സാഅ, എൻ്റെ ഒരിക്കലും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, പിന്നെ എൻ്റെ ഉമ്മത്ത് ഹത്താ തലഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുമായി കൊണ്ട് അവർ കൂടിക്കലർന്നുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന മിൻ അശ്റാത്തി സഅത്തി, ഖിയാമത്ത് നാൾ അടയാളങ്ങളിൽപ്പെട്ടതാണ് അയുർഫഅൽ ഇൽമു വയസ്ബുത്തുൽ ജഹ്ലു, ഇൽമു ഉയർത്തപ്പെടുക, അഥവാ ഇൽമുള്ള പണ്ഡിതന്മാർ മരിക്കുകയും ജാഹിലീങ്ങൾ എന്ത് ചെയ്യുക, നേതാക്കന്മാരായി വരികയും ചെയ്യുക. വ ഇഷ്റബുൽ ഖംർ, വ്യാപകമായി കള്ള് കുടിക്കപ്പെടുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും കൂടുതൽ കള്ള് കുടിച്ചവിടെ അറിയാം, തിരൂര്. കൊല്ലം ഉണ്ട്, രണ്ട് റിവായത്തുണ്ട്. കൊല്ലാണെന്നുണ്ട്, തിരുതാനുണ്ട്. മനസ്സിലായില്ലേ? കൊല്ലം ജില്ലയിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ലയാണ് തിരൂരും. പിന്നെ ഏതായാലും പറയണ്ടല്ലോ, മനസ്സിലായില്ലേ?
പെരുന്നാക്കൊന്നുമില്ല, പെരുന്നാക്ക് ഇതൊക്കെ കുടിച്ചാൻ പാടില്ല, പക്ഷെ ഓണത്തിനാണ് കുടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഉഷ്റബുൽ ഖംർ, കള്ള് കുടിക്കപ്പെടും. വൈദഹറു സിന, സിന പരസ്യമാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു ദജ്ജാൽ വരും. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്, ദജ്ജാൽ ആദ്യകാലം മുതൽക്കേ ഉണ്ട്. ആദമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടിയാണത് ദജ്ജാൽ. ദജ്ജാൽ നമ്മൾ സാധാരണ ദജ്ജാലുകൾ ഒരുപാടുണ്ട്. ദജ്ജാലൂനെ കദാബൂദന പ്രവാചകൻ പറഞ്ഞ് ദീൻ തെറ്റിക്കുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരൊക്കെ ദജ്ജാലുകളാണ്. അതല്ല. പക്ഷെ മസീഹുദ് വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ ഉണ്ടല്ലോ. മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കുള്ള ദജ്ജാൽ. ഓൻ മസീഹ എന്നാണ് പേര് പറയുക, മസീഹുദ് ദജ്ജാൽ. മസീഹ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭൂമിയിൽ എല്ലായിടത്തും ഒരു 40 ദിവസം ഇവിടെ ആയുസ്സുള്ളൂ, അള്ളാഹ് കൊടുത്തിട്ടുള്ളൂ. ആ 40 ദിവസം കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും എത്തും. അതുപോലെ തന്നെ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. വലിയ പരീക്ഷ. റസൂൽ പറഞ്ഞു എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം ഏതിനെ കൊണ്ടായിരിക്കും? തസ്യൂദ് ദജ്ജാൽ ഉണ്ടായിരിക്കും. കാരണം ഓൻ വന്നിട്ട് എന്താ വെച്ചാൽ ആകാശത്തോട് പറയും മഴ വർഷിക്കട്ടെ അറിയും, മഴ വർഷിക്കും. ഭൂമിയോട് പറയും സ്വർണം വെള്ളിയൊക്കെ പുറത്ത് കയറ്റി അറിയും, സ്വർണം വെള്ളി പുറത്തേക്കൊണ്ട് വരും. പിന്നെ ആൾക്കാർ അന്തപ്പെടാൻ ഒരു കറാമത്തും ഇല്ലാതെ കള്ളക്കറാമത്ത് പറഞ്ഞിട്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പം കൂടുന്നുണ്ട്. ഇനി ശരിക്കും കാണിച്ചാൽ തന്നെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ദജ്ജാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചങ്ങലക്കിടന്ന് നബി പറഞ്ഞു. പെണ്ണുങ്ങളൊക്കെ അത് എൻ്റെ അമ്മേന്ന് പറഞ്ഞാണ്ട് ഓൻ പറയും ഞാൻ അള്ളയാണെന്ന് പറയും. അപ്പോൾ വിശ്വാസി പറയും ജി അള്ളല്ല എന്നറിയും. കാരണം ഓൻ്റെ ഇവിടെ കഫറാന്ന് എഴുതിയിട്ടുണ്ടാവും. അത് മുഅ്മിനീങ്ങൾക്കായ ആളുകൾക്ക് മാത്രമേ വായിക്കാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? ഓൻ്റെ ഒരു കണ്ണ് മംസൂഹലൈൻ, ഒരു കണ്ണെന്തായിരിക്കും? കാഴ്ച ഉണ്ടാവില്ല. മുന്തിരി, പഴുത്ത മുന്തിരി, വലിയ മുന്തിരി ഇങ്ങനെ തുറച്ച് നിൽക്കണ പോലെ ഉണ്ടാവും. മനസ്സിലായി? അപ്പം ദജ്ജാൽ അത് ഓൻ്റെ കറാമത്തല്ല, അത് അള്ളാഹ് പരീക്ഷണാർത്ഥം കൊടുക്കണതാണ്. ഓന് സ്വന്തം കറാമത്തുണ്ടെങ്കിലും ഓൻ ആദ്യം ശരിയാക്കാൻ ഓൻ്റെ കണ്ണാണ്. ഓൻ്റെ കണ്ണ് ശരിയാക്കാൻ ഓന് കഴിയില്ല. മനസ്സിലായില്ലേ? ദജ്ജാലിൻ്റെ കണ്ണ് ശരിയാക്കാൻ ഇത്ര വലിയ അത്ഭുതം കാണിക്കണം, ഓനെന്ത് ചെയ്യൂല? ഓൻ്റെ കണ്ണ് ശരിയാക്കാൻ കഴിയില്ല. അത് അള്ളാഹ് അപ്പോൾ അതിനെ മനസ്സിലാക്കാതെ അള്ളാഹ് ഓനെ കൊണ്ട് പരീക്ഷിപ്പിക്കുകയാണ്. ഒരു വിശ്വാസി വരും, ഇത് പടച്ചോനെല്ലാവരെയും. അപ്പം എന്ത് ചെയ്യും? ഓൻ 2 കഷ്ണാക്കും, അപ്പുറത്തേക്ക് പുറത്ത് കൊടും. അതിൻ്റെ ഇടയിൽ കൂടെ ദജ്ജാൽ നടക്കും. എന്ന് നീച്ചു പോവാന്ന് പറയും, അയാൾ നീറ്റ് വരും. ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യന്മാർ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഫിത്തിനപ്പെടാൻ വേറെ വല്ലതാണോ? അപ്പോൾ ഓന് ആ മുഅ്മിനായ മനുഷ്യൻ പറയും ഇപ്പം എനിക്ക് ഉറപ്പായി ദജ്ജാലാണ്. അതൊക്കെ ഞങ്ങൾ നബി പഠിപ്പിച്ചാണ്. ആ മനുഷ്യനെ വീണ്ടും ദജ്ജാൽ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവനെന്ത് ചെയ്യില്ല? അവനെ കൊല്ലാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു ആളോട് പറയും എൻ്റെ മരിച്ചുപോയ മാതാപിതാക്കളെ ഞാൻ ജീവിപ്പിച്ചെന്നാൽ വിശ്വസിക്കും, വിശ്വസിക്കുന്നവർ. ആ മാതാപിതാക്കളുടെ കബറിൻ്റെ എടുത്തിട്ട് പോകുമ്പോൾ പറയും എണീറ്റ് പോകാന്ന് പറയും. അപ്പോൾ 2 ശൈത്താന്മാരെന്ത് ചെയ്യും? ഓൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കോലത്തിൽ കൊണ്ടുവരും. അവൻ വിശ്വസിക്കും, പെട്ടുപോകും. അത്രയും വലിയ ഫിത്നയാണ്. ഇതൊക്കെ ഖിയാമത്ത് നാൾ ഉണ്ടാവും. അപ്പോഴാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനെ കൊല്ലും. ഇതൊക്കെ ഹദീസിൽ വളരെ വിശദമായി വന്നതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദമസ്കസിലെ വെള്ള മുനാരത്തിലാണ് ഇറങ്ങുക. ദമസ്കസിലെ വെള്ള മുനാരത്തിൽ മസ്ജിദ് മുആവിയ എന്ന പേരിൽ ഇന്നോ പള്ളിയുണ്ട്. അതിൻ്റെ വെള്ള മുനാരുണ്ട്. അവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുബഹിൻ്റെ സമയത്താണ് വരിക. സുബഹിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ആ സുബഹി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഈസാ നബിനെ കാണാൻ കഴിയും. ഈസാ നബി ഇറങ്ങുമ്പോൾ വലിയ സുഗന്ധം ഉണ്ടാവുന്നു, വലിയ സുഗന്ധം പരക്കും. ആ സുഗന്ധം ശ്വസിക്കുന്നവർ കാഫിര്യങ്ങൾ എന്ത് ചെയ്യും? മരിച്ചു. ആ വാസന കിട്ടുന്നതോട് തന്നെ മരണപ്പെട്ടു പോകും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുബഹിസ്കരിച്ചതിന് ശേഷം അപ്പോഴവിടെ മഹദി ഇമാം ഉണ്ടാവും. നമ്മൾ ഷിയാക്കളുടെ മഹദി ഇമാമല്ല, അഹ്ലുസുന്നക്കുള്ള മഹദി ഇമാമുണ്ട്. ആ മഹദി ഇമാമാണ് അവിടെ ഇമാമത്ത് നിൽക്കുക. ഈസാ നബീനെ കാണുമ്പോൾ മഹദി ഇമാം പറയും നിങ്ങൾ ഇമാമക്കാണെന്നറിയും, ഇല്ല എന്നറിയും. ഈ ഉമ്മത്തിന് അള്ളാഹ് കൊടുത്തൊരു ആദരവാണ് ഒരു പ്രവാചകന് ഇമാമത്ത് നിൽക്കാനുള്ള ഫദീലത്ത്. ഈ ഉമ്മത്തിലെ ഇമാമിനെ കൊടുത്തതാണ്. അങ്ങനെ മഹദി ഇമാം ഇമാമക്കും 2 സുബഹിസ്കരിച്ച് ശേഷം ദജ്ജാലിനെ തേടി പോകും. ദജ്ജാൽ ഈസാ നബി വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദജ്ജാലിന് എന്ത് ചെയ്യും? ദാബകമാ യദൂബുൽ മിൽഹു ഫിൽ മാ എന്ന ഹദീസിലുള്ള വെള്ളത്തിൽ ഉപ്പിട്ടാൽ എങ്ങനെയാണ് ഉരുക, അതുപോലെയാണ് ഉരുകിയിട്ടില്ലാതോ. അപ്പം നമ്മൾ ഈ ഒച്ച കണ്ടില്ല നിങ്ങൾ? ഈ ഒച്ചിന് കുറച്ച് ഉപ്പിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങോട്ട് ചുരുണ്ട് അതിൻ്റെ ഇതൊക്കെ പുറത്ത് കണ്ടില്ല, അതങ്ങോട്ട് ചുരുണ്ട് പോകണതാണ്. അതേപോലെ തന്നെയാണ് ഈസാ നബി വന്നാൽ ദജ്ജാൽ ചുരുങ്ങും. അവൻ ഓടി രക്ഷപ്പെടും. പക്ഷെ ബാബുൽ ലുദ്ദിൽ വെച്ചുകൊണ്ട് ഈസാ നബി ആരെ കൊല്ലും? ദജ്ജാലോ. ഈ ബാബുൽ ലുദ്ദ് എവിടെ അറിയോ? ഇന്നത്തെ ഇസ്രായേലാണ്. ഇസ്രായേൽ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലമാണ് ബാബുൽ ലുദ്ദ്.
ശരിയല്ലേ? വാളുകൊണ്ട് വെട്ടുന്നാണ് ഹദീസിലുള്ളത്. ഒരു പക്ഷെ അന്ന് കാലങ്ങൾ പുരോഗമിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് പയമയിലേക്ക് പോവായിരിക്കും, അല്ലാഹു അലം. ഏതായിരുന്നാലും ഈസാ നബി ഒറ്റ വെട്ടുകൊണ്ട് എന്ത് ചെയ്യും, അവനെ നശിപ്പിക്കും. അങ്ങനെ വിശ്വാസികൾ നല്ലൽക്ക് ജീവിക്കുമ്പോഴാണ് പിന്നെ യജൂജ് മാജൂജ് വരിക. അത് വേറെ അലാമത്താണ്. ഭൂമിയിൽ നിറയെ യജൂജ് മാജൂജിന്റെ ഫിത്തന ഉണ്ടാവും. ഈസാ നബിയും കൂട്ടരും തൂരിസീന പർവ്വതത്തിലേക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടി, കാരണം ഈസാ നബിക്കും മുഅ്മിനീങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. യജൂജ് മജൂജ് അതും മനുഷ്യന്മാരിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അവർ ഭൂമി നിറച്ച് ഫസാദ് ഉണ്ടാക്കും. എന്നിട്ട് ഹദീസിൽ കാണാം, അവർ ഭൂമിയിലുള്ള എല്ലാ ആളുകളെയും കൊന്നു ഉറപ്പുവരുത്തിയിട്ട് പിന്നെ അവർ ആകാശത്തേക്ക് അമ്പെയ്യുമ്പം ആകാശത്തുള്ള, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ അമ്പിൽ എന്തുണ്ടാവും? രക്തമുണ്ടാവും. ഹദീസിൽ കാണാം. അങ്ങനെ ആ അമ്പുകൾ തറച്ച് ഭൂമി നിറയുന്ന. അതിനുശേഷം ഈസാ നബിക്ക് നേരെ അവർ വരുമ്പോഴാണ് ഈസാ നബി പ്രാർത്ഥിക്കണം അള്ളാഹിനോട്. അങ്ങനെ അവരുടെ കഴുത്തിൽ ഒരു പുഴു ഉള്ള അസുഖം അവർക്ക് കൊടുക്കും. അതിലൂടെ എല്ലാവരും അവർ മരിച്ചു വീഴും. അവർ മരിച്ചു വീഴുന്നു മാത്രമല്ല, ഭൂമി നിറയെ അവിടെ മയ്യത്തായിരിക്കുന്ന ഹദീസുള്ളത്. അങ്ങനെ ദുർഗന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹു വലിയ പക്ഷികളെ അയച്ചുകൊണ്ട് ഈ മയ്യത്തുകളൊക്കെ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഭൂമി മഴ പെയ്ത് ക്ലീനാക്കി നിർത്തും. ഇപ്പോൾ ലോകത്ത് മുഅ്മിനീങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് പ്രവാചകൻ പറഞ്ഞ ഹദീസിൽ കാണാം, അന്ന് ശത്രുതയില്ല. വലിയ വന്യമൃഗങ്ങളുണ്ടല്ലോ, സിംഹം, പാമ്പൊക്കെ, അതൊക്കെ കുട്ടികളും ഒത്തും ചെയ്യും കളിക്കുന്ന ഹദീസിലുണ്ട്. ഇതൊക്കെ ബാലരമയിലെ കഥയല്ല ഞാൻ പറഞ്ഞ്, ഇതൊക്കെ ഹദീസാണ്. എന്ന് പറഞ്ഞാൽ വലിയ വലിയ അന്ന് ശത്രുത ഉണ്ടാവില്ല. അത്രയും സമാധാനം. ഒരു ഉറുമാമ്പഴം ഒരു സമൂഹത്തിനും ഒരു കുടുംബത്തിനും മതിയാകുന്ന അത്രയും വലിയ ഫലവർഗ്ഗങ്ങൾ, ഭൂമി അതിൻ്റെ എല്ലാ നിഅമത്തുകളും പുറത്തെടുക്കുന്ന കാലഘട്ടമായിരിക്കും. ഇതിന് ശേഷം നിയമത്തുണ്ടാവില്ല. എല്ലാ നിയമത്തുകളും പുറത്തെടുക്കും. ഒരു ഉറുമാമ്പഴം കൊണ്ടൊരു സമൂഹം മൊത്തം തിന്നുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ വലിയ ഇതായിരിക്കും. പാമ്പുകളൊക്കെ കുട്ടികളുമായിട്ട് കളിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതിനുശേഷം ഈസാ നബി മരിക്കും, മുഅ്മിനീങ്ങൾ മരിക്കും. പിന്നെ ലോകത്ത് കാഫിരീങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരിലെ ഏറ്റവും വൃത്തികെട്ട അള്ളാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോലും എന്തുണ്ടാവില്ല, ഭൂമിയിലുണ്ടാവും. അവരിലേക്കാണ് ഖിയാമത്ത് നാൾ എന്ത് ചെയ്യുക, സംഭവിക്കുക. ഇതാണ് ഹദീസിലുള്ളത്. അപ്പോൾ ഇതാണ് ഖിയാമത്ത് നാൾ അടയാളങ്ങൾ. അതേപോലെ തന്നെ ഹിസാബ് എന്ന് പറഞ്ഞ സമയമില്ലല്ലോ, ഹിസാബ് എന്ന് പറഞ്ഞ രണ്ട് തരം ഹിസാബുകൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഹിസാബുൻ ഷദീദ്, ഹിസാബുൻ യസീർ. ഇത് രണ്ടും ഖുർആനിലുണ്ട്. ഷദീദ് എന്ന് പറഞ്ഞാൽ എന്താ? കഠിനമായ. ഇത് ലഘുവായ. ഖുർആനിൽ സൂറത്തു ത്വലാഖിൽ കാണാം. സൂറത്തു ത്വലാഖിൽ ആയത്താണ്, വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത് മിൻ അൻ അംരി റബ്ബിഹാ വറസൂലിഹി ഫഹാസബ്നാഹാ ഹിസാബൻ ഷദീദ. സൂറത്തു ത്വലാഖിൽ 8-ാമത്തെ ആയത്ത്. കഠിനമായ വിചാരണ നാം അവരെ നടത്തും. ഇതാർക്കുണ്ടാകുക അറിയോ? കപടവിശ്വാസികൾക്കും കാഫിരീങ്ങളായ ആളുകൾക്കുമാണെന്നുണ്ടാകുക കഠിനമായ വിചാരണ ഉണ്ടാകുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്റെ ചില പ്രാർത്ഥനകളിൽ അല്ലാഹു മഹാസിബിൻ ഹിസാബ യസീറ. ഈ സൂറത്തു ഗാശിയ ഉണ്ടല്ലോ, സൂറത്തു ഗാശിയന്റെ അവസാനത്തെ ആയത്ത് എന്താണ്? ഇന്ന ഇലൈന യാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. ആ ആയത്ത് ഓതുമ്പോൾ ഇജാബത്ത് ഉണ്ടെന്ന്. ഇജാബത്തുൽ ഖുർആൻ എന്നുള്ള ഒരു സംഗതി ഉണ്ട്. നമ്മൾ ഖുർആൻ എന്ത് ചെയ്യും, മറുപടി കൊടുക്കുക. ആ ആയത്ത് ഓതുമ്പോൾ സലഫുകൾ ആളുകൾ പറഞ്ഞു, അല്ലാഹു മഹാസിബിനി ഹിസാബ യസീറ എന്ന് അവർ പ്രാർത്ഥിച്ചതായിക്കൊണ്ട് ചില റിവായത്തുകൾ കാണാൻ കഴിയും. അള്ളാഹു എനിക്കിനി യുസ്റുള്ള, എളുപ്പമുള്ള. അപ്പം വിശ്വാസികളെ മതി. ആ പ്രാർത്ഥന ആ അർത്ഥത്തിൽ സലഫുകളായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ ഇൻഷിഖാഖിന്റെ 8-ാമത്തെ ആയത്തിൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് കാണാൻ കഴിയും. ഇത് വിശ്വാസികൾക്കുള്ള ഹിസാബാണ്. അപ്പോൾ ഇടത്തെ കയ്യിൽ വേദഗ്രന്ഥം കിട്ടുന്ന ആളുകൾക്കാണെന്നുണ്ടാകുക ഷദീദ് ഉണ്ടാകുക, വലത്തെ കയ്യിൽ കിട്ടുന്ന ആളുകൾക്കായിരിക്കുന്നുണ്ടാകുക യസീർ ഉണ്ടാകുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഹൂസിബ ഫഖദ് ഉദ്ദിബ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. അതായത് മൻ ഹൂസിബ
ഫഖദ് ഉദ്ദിബ എന്ന് കാണാം. അതായത് ആര് വിചാരണ ചെയ്യപ്പെട്ടോ അവൻ ശിക്ഷിക്കപ്പെട്ടതു തന്നെ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഖുർആനിൽ ആയത്തുണ്ടല്ലോ ഹിസാബ് യസീർ ഉണ്ടാവും എന്നുള്ളത്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഹിസാബ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഹിസാബ് ഉണ്ടാവും, വിശ്വാസികൾക്ക് ഹിസാബ് ഉണ്ടാവുന്ന ഖുർആനിലല്ലോ. അപ്പോൾ ഈ ഹദീസിൽ എന്താ ഉള്ളത്? ആർക്ക് ഹിസാബ് ഉണ്ടായാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇവിടെ ഹിസാബ് കൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ വിശ്വാസികൾക്കുള്ള ഹിസാബ് എന്ന് പറഞ്ഞാൽ അർളാൻ എന്ന് പറഞ്ഞാൽ കിതാബ് ഇങ്ങനെ നോക്കുക പോകാൻ പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും എൻ്റെ കിതാബ് പരിശോധിക്കലാണ് ശരിക്കുള്ള ഹിസാബ്. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പം ഞങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നിസ്കാരത്തിൻ്റെ ഏടൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്താ ഇപ്പം അതിലൊക്കെ ഉണ്ടാകുക? നമ്മളൊക്കെ വലിയ ഇബാദത്തായിട്ട് ചെയ്യണ നിസ്കാരത്തിൻ്റെ ഏട് പടച്ചോനും ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് ഒരു നിസ്കാരം എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്താ ഇപ്പം അതിലൊക്കെ? അതുകൊണ്ട് റസൂൽ ഓരോ നിസ്കാരം നിസ്കരിച്ചവരൊക്കെ 10-1, 8-1, 9-1, 6-1, 7-1 ഇങ്ങനെ പറഞ്ഞിട്ട് പകുതി വരെ ആൾക്കാർക്ക് എന്ത് ചെയ്യുള്ളൂ? കിട്ടുള്ളൂ. ഈ പകുതി ഒരു നിസ്കാരം നിസ്കരിച്ച് അതിൻ്റെ പകുതി കൂലി കിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സുന്നത്ത് കൂടി മറ്റേ കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. അതിന് നമുക്ക് സുന്നത്ത് നിസ്കരിക്കാൻ നേരമില്ലല്ലോ. നമ്മൾ വെച്ചാൽ ഫർദല്ലേ, നിർബന്ധമില്ലല്ലോ നമ്മൾ ആൾക്കാർ വിചാരിക്കുക. അതൊക്കെ പരലോകത്തെത്തുമ്പോൾ കാണുക ഈ ഫർദിനുള്ള വരുന്ന പോരായ്മകൾ നികത്താനുള്ളതാണെന്ത്? സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞത്. അത് അള്ളാഹിൻ്റെ കാരുണ്യമാണ് നമുക്ക് സുന്നത്ത് നിസ്കാരം തന്നെ തന്നെ. അപ്പോൾ ഇവിടെ അർളാണ് വിശ്വാസികൾക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏടുകൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് പരിശോധിക്കും, അവൻ അള്ളാഹു പുറത്തു കൊടുക്കും. കാഫിരീങ്ങൾക്കാണ് ശദീദായ ഹിസാബ് ഉണ്ടാകുക. കാരണം അവർക്ക് ദുനിയാവിലുള്ള നിഅമത്തുകൾക്ക് മുഴുവനും അവിടെ ശിക്ഷ കിട്ടും. അവർ അനുഭവിച്ചതിനുള്ള നിയമത്തുകൾക്ക് എന്തുണ്ട്? ശിക്ഷ അവന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഹിസാബൻ ഷദീദ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സലഫുകളായിട്ടുള്ള ആളുകൾ ഹിസാബിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഹിസാബിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സംവിധാനിച്ച സംവിധാനങ്ങളെയും ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നേരത്തെ പറഞ്ഞ ആ മരിച്ച സഹോദരിക്കും അവരുടെ കുടുംബങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അവിടെ പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് തന്നെ ക്ഷമിക്കാനുള്ള കഴിവ് അവർക്ക് നൽകുമാറാവട്ടെ. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പിന്നെ അത്തരം അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി ഏതൊരവസ്ഥയിൽ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم.